വാഗമൺ മൊട്ടക്കുന്നിൽ ഏക്കർ കണക്കിന് സർക്കാർ ഭൂമി കയ്യേറിയ സംഭവത്തിൽ നടപടിയുമായി റവന്യൂ വകുപ്പ്. ക്രമരഹിതമായി സമ്പാദിച്ച 4 പട്ടയങ്ങൾ റദ്ദാക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ കളക്ടർ പീരുമേട് തഹസിൽദാർക്ക് നിർദ്ദേശം നൽകി. വാഗമണ്ണിന്റെ പ്രത്യേകതയായ മൊട്ടക്കുന്നിലെ കോടികൾ വിലമതിക്കുന്ന 12 ഏക്കറോളം സ്ഥലമാണ് കയ്യേറ്റ മാഫിയ സ്വന്തമാക്കിയത്. UDF സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ കയ്യേറ്റ മാഫിയ വീണ്ടും ഉണർന്നത് ഇടുക്കി വിഷനാണ് പുറത്തു കൊണ്ടുവന്നത്. ഇതേ തുടർന്ന് പീരുമേട് ഭൂരേഖ തഹസിൽദാരുടെ നേതൃത്വത്തിൽ റവന്യൂ സർവേ സംഘം സ്ഥലത്ത് പരിശോധന നടത്തി. അമേരിക്കയിലുള്ള 4 പേരുടെ പേരിൽ വ്യാജ മേൽവിലാസത്തിൽ സമ്പാദിച്ച പട്ടയത്തിന്റെ മറവിലാണ് കയ്യേറ്റമെന്ന് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തി. 2012-ൽ സർക്കാർ ബോർഡ് വെച്ച് റവന്യൂ വകുപ്പ് ഏറ്റെടുത്ത ഭൂമിയാണ് വീണ്ടും കൈവശപ്പെടുത്തിയത്. അന്ന് നടന്ന പരിശോധനയിൽ ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റി യോഗം ചേരാതെയാണ് പട്ടയം അനുവദിച്ചെന്ന് കണ്ടെത്തിയിരുന്നു. പട്ടയം സംബന്ധിച്ച് 2 രജിസ്റ്ററുകളിൽ വിവരം രേഖപ്പെടുത്തിയിരുന്നില്ല. ഭൂപതിവ് ചട്ടത്തിലെ പല വ്യവസ്ഥകളും ലംഘിച്ചതായും കണ്ടെത്തിയതോടെ പട്ടയം റദ്ദാക്കണമെന്ന് തഹസിൽദാർ ഇടുക്കി RDOക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. അന്ന് നൽകിയ 12 പട്ടയങ്ങളിൽ ഒരെണ്ണം 2007-ൽ റദ്ദാക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴത്തെ പരിശോധനയിലും ഇക്കാര്യങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പട്ടയം നേടിയ 4 പേർക്കും രേഖകളുമായി ഹിയറിംഗിന് ഹാജരാകാൻ അടുത്ത ദിവസം നോട്ടീസ് നൽകും. പട്ടയം ലഭിച്ചവർ നൽകിയ കേസുകളിലൊരെണ്ണം ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. ഇതിൽ അനുകൂല വിധി നേടുന്നതിനുള്ള നടപടികളും ഉണ്ടാവും. പട്ടയം റദ്ദാക്കിയ ശേഷം ഭൂമി വീണ്ടെടുക്കുകയും ചെയ്യും. ഇടുക്കി വിഷൻ ന്യൂസ്, വാഗമൺ.